അവരുടെ നമ്മൾ TMR കൊടുക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നമുക്കൊരു 11 ലിറ്റർ പാലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പശുവിന് രാവിലെ 11 ലിറ്റർ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പശുവിന് 14 ലിറ്ററോളം നമുക്ക് പാലിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു നേരം തന്നെ ഒരു 3 ലിറ്ററിന്റെ അടുത്ത് വ്യത്യാസം. ഒരു ദിവസം നമ്മൾ കണക്ക് കൂട്ടുമ്പോഴത്തേന് 5 ലിറ്റർ പാലിന്റെ വ്യത്യാസം വരെ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് TMR കൊടുക്കുന്നതിന് മുമ്പും കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു 5 ലിറ്ററിന്റെ വ്യത്യാസം നമുക്ക് നമ്മളൊരു ദിവസം 10 കിലോ പെല്ലറ്റിന് മുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നിർത്തി. TMR കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 26 ലിറ്ററോളം നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പശുക്കളെല്ലാം ഒറിജിനൽ ജേഴ്സിയുടെ ബ്രീഡ് തന്നെയാണ്. നമ്മുടെ ഈ പശുക്കളെല്ലാം ഒറിജിനൽ ജേഴ്സി. TMR കൊടുത്താൽ പിന്നെ ചാണകം നല്ലപോലെ മുറുകിയ തന്നെയാണ് നമുക്ക് പശുക്കൊക്കെ പോകുന്നത്. നേരത്തെ നമുക്കൊരു അയഞ്ഞായിരുന്നു പൊക്കോണ്ടിരുന്നത്. TMR കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ TMR ഒരു ശകലം പോലും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ. ഇതാണ് ചേട്ടന്റെ തീറ്റയല്ലേ? അതെ അതെ. ഉണ്ണിച്ചേട്ടാ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് പശുപരിപാലനം? പശുപരിപാലനം നമുക്കൊരു 20 വർഷമായിട്ട് നമുക്ക് പശുപരിപാലനം നമ്മൾ നടത്തും. ജേഴ്സി പശുക്കളെ വളർത്തുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജേഴ്സി പശുക്കൾക്ക് പാലിന് വില നമുക്ക് കൂടുതൽ കിട്ടാനുണ്ട്. അതേപോലെ തന്നെ അസുഖങ്ങളുടെ ഒരു കുറവും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നു. എങ്ങനെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പാലിന്റെ ആവശ്യക്കാരാണ്? സൊസൈറ്റിയിലാണോ അതോ ലോക്കലായിട്ട് കൊടുക്കുകയാണ്? ലോക്കലായിട്ട് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. നമ്മുടെ ഈ ഇവിടുത്തെ ഒരു പാലെന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് ഒരു വിശ്വാസമുണ്ട് നമ്മുടെ പാലിനോട്. ശരി. ഈ പാലിനകത്ത് യാതൊരു കൃത്രിമങ്ങളും നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ആൾക്കാർ രാവിലെ പാല് മേടിക്കാനായിട്ട് അന്വേഷിച്ച് വരുന്നുണ്ട്. ആൾക്കാർ അന്വേഷിച്ച് നമുക്ക് കിടാക്കളും എല്ലാം കൂടെ കൂട്ടി 20 പശുക്കളോളം ഉണ്ട്. ഓക്കെ. ഇപ്പൊ കറവയുള്ള പശുക്കൾ എത്ര? കറവയുള്ളത് 10 പശുക്കൾ. 10 പശുക്കളാണ് കറവയുള്ള അല്ലേ? ഓക്കെ. നമുക്ക് പശുക്കളല്ല ഇപ്പൊ എന്തൊരു തീറ്റ സമയമാണ്. പശുക്കളെ നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഇത് TMR അല്ലേ? ഓക്കെ. ഇത് പശുക്കളെല്ലാം നല്ല നമ്മൾ പാക്കറ്റ് പൊട്ടിക്കുമ്പോ തന്നെ എല്ലാം വന്ന് നല്ലപോലെ തിന്നുന്നുണ്ട്. ഓക്കെ. വൃത്തിയായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. വേസ്റ്റ് ഒന്നും പോകുന്നില്ല. ഇവിടെ ഇപ്പൊ മാക്സിമം എത്ര വരെയുള്ള പശുക്കളുണ്ട് ഇവിടെ? നമുക്ക് ആവറേജ് ഒരു ദിവസം 26 ലിറ്റർ പാൽ ഉൽപാദനമുള്ള പശുക്കളൊക്കെ ഉണ്ട്. ജേഴ്സി പശുവിൽ 26 ലിറ്റർ കിട്ടിക്കൊണ്ടിരുന്നൊക്കെ നമുക്ക് 26 പാലായിട്ടുണ്ട്. അത്രയും വ്യത്യാസം ഈ ഒരു TMR ചേട്ടന് കിട്ടുന്നുണ്ട്. അപ്പൊ അതേപോലെ ഈ TMR കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പശുവിന്റെ സ്കിന്നിന് ഒരു ചെറിയ ഒരു തിളക്കം പോലെ ആയിട്ടുണ്ട്. ശരി. നേരത്തെ എന്ന് പറഞ്ഞാൽ പശു ഒരു മെലിഞ്ഞു നിൽക്കുന്ന രീതിയിലായിട്ട് പൊതുവെ ഈ ജേഴ്സി പശുക്കളെ മെലിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പുഷ്ടി കുറവായിട്ട് തോന്നുന്നു. ഇപ്പം നല്ലൊരു പുഷ്ടിയൊക്കെ ആയിട്ടുണ്ട്. നേരത്തെ എന്തൊക്കെ തീറ്റയായിരുന്നു? നേരത്തെ നമ്മൾ കൊടുത്തോണ്ടിരുന്ന പുല്ല് കൊടുക്കുന്നുണ്ടായിരുന്നു, പെല്ലറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ചോളം മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പല തീറ്റകളായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ തീറ്റ ചെലവ് അപ്പൊ നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ട്? തീറ്റ ചെലവ് നല്ലപോലെ നമുക്ക് കുറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് എടുത്തോണ്ടിരുന്ന ചോളത്തട്ടയുടെ അളവ് ചോളത്തട്ട നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ശരി. പിന്നെ നമ്മള് പറമ്പിൽ നിന്നുള്ള പുല്ല് നമുക്ക് നേരത്തെ ഇത്രയും പശുക്കൾ ഉണ്ടായിരുന്നോണ്ട് ഒരാൾ സ്ഥിരമായിട്ട് നമുക്ക് പുല്ല് എത്താനായിട്ട് ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുല്ല് എത്താൻ ആളുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതെല്ലാം നമുക്ക് ഒഴിവാക്കി. ഉണ്ണിച്ചേട്ടനും ഒരാളുടെ ഉള്ളിൽ ഇത്രയും 10-25 പശുക്കളെ നോക്കാൻ വേണ്ടിട്ട് അതെല്ലാം നമ്മുടെ ഒരു TMRന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഒരു 6 പെറ്റ പശുക്കളൊക്കെ ഈ കാണുന്നല്ലേ. എന്നിട്ട് ഒരു പ്രശ്നമില്ല. അവക്കായാലും 26 ലിറ്റർ പാൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ ഫാമിലെ കാഴ്ചകളാണ് കണ്ടത്. അപ്പൊ നിലവിൽ 2 ഷെഡുണ്ട്. ഇത് കറവ പശുക്കള്, ഇത് നമ്മുടെ പശു കുട്ടികളുടെ സെക്ഷനാണ്. പുള്ളിക്കാരൻ ഒരു കഴിഞ്ഞ കുറെ നാളായിട്ട് ഒരു 3 മാസത്തിലധികം TMR കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് അത് നമ്പർ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആ ഒരു പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ TMR. ഈ ഒരു കാലിത്തീറ്റ കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഫാമിലെ പാലിന്റെ ഉൽപാദനം കൂടി അല്ലേ? 5 ലിറ്ററോളം ഒരു പശുവിന് 5 ലിറ്ററോളം ഒരു 2 നേരമായിട്ട് നമുക്ക് വ്യത്യാസമാണ്. വിനീഷയുടെ എത്ര നാളായിട്ട് നമ്മുടെ ഈ ഒരു TMR കൊടുക്കുന്നുണ്ട്? TMR ഇപ്പൊ നമ്മള് 2 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. 2 മാസമായി നമ്മുടെ ഇവിടെ ഇറങ്ങാൻ തുടങ്ങി. 2 മാസമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. നിലവിലെ പെല്ലറ്റ് ആണ് കൊടുത്തോണ്ടിരുന്നത്. പെല്ലറ്റ് കൊടുത്തോണ്ടിരുന്നതിന് ഇത് ഓരോ കിലോ വീതം കൂട്ടി കൊടുത്ത് ഇപ്പം നമ്മളിപ്പോ 2 മാസമായി. ഇപ്പം പെല്ലറ്റിന്റെ അളവ് കുറച്ചു. പെല്ലറ്റിന്റെ അളവ് കുറച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് TMRലോട്ട് എത്തിയില്ല. 2 മാസം ഫുൾ TMR 2 മാസം കൂടെ ആയി കഴിയുമ്പോൾ 1 മാസം കൂടെ കഴിയുമ്പോഴത്തേനും ഫുൾ TMRലോട്ട് തന്നെയാവും. ഓക്കെ. നമുക്ക് ഈ ഒരു പ്രകടമായ ഒരു വ്യത്യാസം എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ഇത് മാറ്റിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാലിന്റെ ഫാറ്റ് കൂടി. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അതാണ് തീർത്ത് വിലക്കുറവായിരുന്നു, ഫാറ്റില്ലായിരുന്നു എന്നാണ് മിൽമയെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫാറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ. എത്ര വില വ്യത്യാസം? ആദ്യം എത്രയാണ് കിട്ടി, ഇപ്പൊ എത്രയാണ്? ഇപ്പൊ നമുക്കൊരു 4 രൂപയുടെ വില വ്യത്യാസം വരുന്നുണ്ട്. ലിറ്ററിന് 4 രൂപയുടെ അടുത്ത് വില വ്യത്യാസമുണ്ട്. അപ്പൊ പാലിന്റെ ഫാറ്റ് അപ്പൊ കൂടിയോ? ഫാറ്റ് കൂടി. അതിന്റെ അളവ് എത്രയായിരുന്നു? നമുക്ക് ഉണ്ടായിരുന്ന 3.8 3.7 ഒക്കെ ആയിരുന്നു ഫാറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 4.2 4.1 4.2 ഒക്കെയാണ് ഫാറ്റ് വരുന്നത്. അത്രയും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പാലിന്റെ അളവ് കൂടിയിട്ടുണ്ടല്ലോ? പാലിന്റെ അളവ് കൂട്ടിയിട്ടുണ്ട്. 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ ഒരു നേരം നമുക്ക്. നമുക്ക് ഈ കാണുന്ന പശുക്കളൊക്കെ എത്ര ലിറ്റർ ആണ് നിലവിൽ കറവ? എത്ര ദിവസം എത്ര കിട്ടുന്നുണ്ട്? അത് ഇത് രാവിലെ വൈകിട്ടും കൂടെ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 20 ലിറ്റർ പാൽ കിട്ടുന്നതാണ്. ഓക്കെ. ഇപ്പൊ TMR കൊടുക്കുമ്പോൾ അതിന് മുമ്പ് എത്ര കിട്ടിക്കൊണ്ടിരുന്നത്? അതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു 16 ലിറ്റർ 17 ലിറ്റർ അത്രേ ഉള്ളായിരുന്നു. ചാണകത്തിന്റെ അത് പറഞ്ഞാൽ നേരത്തെ ചാണകം ലൂസായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഡ്രൈ ആയി പോകാൻ തുടങ്ങി. ശരി. പൂർണ്ണമായി ഡ്രൈ ആയില്ല, എന്നാലും പഴയതിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേനെ പശുക്കൾ അടുത്ത് വരും. അത് ഇവിടെ വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും ഭയങ്കര പിടിയായിരിക്കും. ആണല്ലേ? പിന്നെ അടുത്തൊക്കെ ഇടാനായിട്ട് പോകാൻ പോലും സമ്മതിക്കത്തില്ല. എടുക്കുമ്പോൾ തന്നെ
എല്ലാവരും ഓടി വരും. ഓടി വരും. കംപ്ലീറ്റ് ഇത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ശകലം പോലും ഇടുകയില്ല, ആഹാ. തറയിൽ പോലും ശകലം ഇടാൻ സമ്മതിക്കില്ല. നമുക്ക് തീറ്റ കൊടുക്കാനും എളുപ്പമല്ലേ? തീറ്റ കൊടുക്കാനും എളുപ്പമാണ്. അതാകുമ്പോൾ നമുക്ക് പാരി യഥേഷ്ടം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോ ചേട്ടൻ എവിടെ നിന്ന് എടുക്കുന്നത്? ഇപ്പം TMR ഇപ്പം നമുക്ക് ഇവിടെ ഇറക്കി തരുവാണ് ചെയ്യുന്നത്. നമ്മുടെ ഫാമിൽ ഇറക്കി തരുന്നുണ്ട്. ഇറക്കി തരുവാണ് ചെയ്യുന്നത്. നമ്മളപ്പോ ആവശ്യം നമ്മുടെ സ്ഥലത്ത് എത്തിക്കുന്നുണ്ടോ? വിളിച്ച് പറയുന്നതനുസരിച്ച് സാധനം ഇവിടെ TMR കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ മൊത്തം നിന്ന് ശകലം ബാലൻസ് ഒന്നും വെക്കത്തില്ല. ശകലം പോലും ബാലൻസ് വെക്കില്ല. ഞാൻ ഡോക്ടർ വിഷ്ണു, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ ഉള്ള വെറ്റിനറി സർജനാണ്. ഡിപ്പാർട്ട്മെൻറ്റിലെ എമർജൻസി സർവീസിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് വെറ്റിനറി ക്ലിനിക്ക് നടത്തുകയും ചെയ്യുന്ന ഡോക്ടറാണ്. TMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ല്, കൽത്തീറ്റ, വൈക്കോല്, ധാതുലവണ മിശ്രം ഇതെല്ലാം ശാസ്ത്രീയമായ അനുപാതത്തിൽ മിക്സ് ചെയ്ത് പശുക്കൾക്ക് പോഷകരമായിട്ടുള്ള ആഹാരം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു രീതിയാണ് TMR. റൂമിയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്. കർഷകർക്ക് പശുവിനെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടായി വരുന്ന സാഹചര്യത്തിൽ തീറ്റയുടെ ഒരു പ്രശ്നം നേരിടുന്നത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഒരു തീറ്റ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും കർഷകർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ നല്ല റിസൾട്ടാണ് കർഷകരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. റൂമീലിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും അനായാസം അത് പശുക്കൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. തീറ്റ നൽകുന്നതിനനുസരിച്ചിട്ടുള്ള പാലുൽപാദന വർധനവ്, പാലിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ പശുക്കൾക്ക് തുടർച്ചയായിട്ടുണ്ടാകുന്ന വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ കുറവ്, ശാരീരികമായിട്ടുള്ള നേട്ടങ്ങളെന്ന് പറയുമ്പോൾ പശുക്കൾ നന്നാവുകയും അതുപോലെ തന്നെ മതിലക്ഷണം കാണിക്കുന്നത് വൈകാതെ തുടർച്ചയായിട്ടുള്ള സമയങ്ങളിൽ മതിലക്ഷണം ഉണ്ടാവുകയും കുത്തിവെച്ചാൽ ചെന പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു ആഹാരം നൽകുന്നത് വഴി നമുക്ക് വിരശല്യം ഒക്കെ തന്നെ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്.